Hello guys, welcome back to another episode of collegemunchi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെൻ്റൽ കോളേജ് എന്ന് പറയുന്നത് ദ ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജ് ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദ ടോപ്പായിട്ട് നിൽക്കുന്ന ഡെൻ്റൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പായിട്ട് നിൽക്കുന്ന ഡെൻ്റൽ കോളേജാണ് നമ്മുടെ ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജ്. പോരാത്തതിന് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്യുപ്ഡ് ഡെൻ്റൽ കോളേജും നമ്മുടെ ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജാണ്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഈ ഒരു രണ്ട് പ്രീ ക്ലിനിക്കലും ക്ലിനിക്കൽ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഫ്ലോർ സ്പേസിംഗ് എന്ന് പറയുന്നത് തന്നെ 2,80,000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡെൻ്റൽ കോളേജാണിത്. അപ്പോൾ അത്രയധികം ഫെസിലിറ്റീസ്, എക്യുപ്മെൻറ്റ്സ്, ലബോറട്ടറീസ് കാര്യങ്ങളെല്ലാം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇവർ നമ്മുടെ കർണാടക ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. പോരാത്തതിന് നമ്മുടെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അംഗീകാരം, അതേപോലെ തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ്, എഡ്യൂക്കേഷൻ എല്ലാം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡെൻ്റൽ കോളേജാണ് ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജ്. അതങ്ങനെ പറയാൻ കുറേ റീസൺസ് ഉണ്ട്. കുറച്ച് റീസൺസ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റുഡൻസിനെ അവർ വർക്ക് എൻവിറോൺമെൻറ്റുമായിട്ട് കൂടുതൽ പരിചയപ്പെടുത്താനോ അതേപോലെ തന്നെ അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനോ ഡെവലപ്പ് ചെയ്യാനോ ആണ് ഇവർ കൂടുതൽ ട്രൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ചെയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുത്തെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 400 മില്യൺ റുപ്പീസ് വരെ ഇവർ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു നല്ലൊരു ഡെൻ്റൽ കോളേജാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ പേഷ്യൻറ്റ് ഫ്ലോ ഒക്കെ ഉള്ള ഒരു കോളേജ് കൂടിയാണ്. ആൻഡ് ആ ഒരു പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ടെന്ന് പറയാൻ കാരണം തന്നെ ഇവർ ഓരോ ദിവസവും 300 പേഷ്യൻസിനെ വരെ ഫ്രീ ആയിട്ട് ഇവർ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേഷ്യൻറ്റ് ഫ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പേഷ്യൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ഈ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ സാധിക്കും. ഇനി ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് BDS, MDS അതേപോലെ തന്നെ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളെല്ലാം പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ BDS കോഴ്സ്, ബാച്ചുലർ ഓഫ് ഡെൻ്റൽ സർജറി കോഴ്സ് 5 ഇയർ ഡ്യൂറേഷൻ ആണ്. അതായത് 4 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2 എക്സാം എന്തായാലും പാസ്സായിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിൽ 50% മിനിമം മാർക്ക് കമ്പൽസറി ആയിട്ടും വേണം. പിന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാം, അതായത് നമ്മുടെ നീറ്റ് എക്സാം എന്തായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് 17 ഇയേഴ്സിൻ്റെ മുകളിൽ വേണം. ഈ ഒരു കാര്യം മാത്രമാണ് ഇവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് NRI കോട്ടയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി MDS, മാസ്റ്റർ ഓഫ് ഡെൻ്റൽ സർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 3 ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ്. നിങ്ങൾ BDS ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, അതായത് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും റെക്കഗ്നിഷനുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ BDS എന്തായാലും പാസ്സായിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് 50% മാർക്കും വേണം. അതേപോലെ തന്നെ NRI കോട്ടയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ ബാക്കിയുള്ള ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻ്റൽ മെക്കാനിക്സ്, ഡെൻ്റൽ ഹൈജീൻ, എക്സ്റേ ടെക്നീഷ്യൻ, മെഡിക്കൽ ലാബ് ടെക്നോളജി പോലുള്ള കോഴ്സുകളാണ് ഇവർ ഡിപ്ലോമ കോഴ്സുകളായിട്ട് ഈ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്ലോമ കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ എന്തായാലും പാസ്സായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ നേരത്തെ പറയേണ്ടായി ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഡെൻ്റൽ കോളേജാണ് നമ്മുടെ ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജ് എന്ന്. കുറേ അധികം പുതിയ ബാക്കിയുള്ള ഡെൻ്റൽ കോളേജസിലൊന്നും കാണാത്ത പുതിയ എക്യുപ്മെൻറ്റ്സ്, ലബോറട്ടറി കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ഇവർ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോസ്റ്റോഡോണ്ടിക് ആൻഡ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, പെരിയോഡോണ്ടോളജി, ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻറ്റിയോഫേഷ്യൽ ഓർത്തോപെഡിക്സ്, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്, പെഡോഡോണ്ടിക്സ് ആൻഡ് പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രി, പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. അപ്പോൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഇവർ ഈ ഒരു കോഴ്സിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സർജറി, ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സ് പഠിക്കാനാണെങ്കിലും നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോളേജ് തന്നെയാണ് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഡെൻ്റൽ കോളേജാണ് ഓക്സ്ഫോർഡ് ഡെൻ്റൽ കോളേജ്. അപ്പോൾ BDS കോഴ്സ് എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.